വിഷു എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. കാലാകാലങ്ങളായിട്ട് മലയാളികളുടെ ഓണവും വിഷുവും മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവങ്ങൾ തന്നെയാണ്. വിഷു കൂടുതലും കാർഷികപരമായിട്ടുള്ള നമ്മുടെ കാർഷിക വിളകളുടെ എടുപ്പുമായിട്ടും ഒക്കെ ഉള്ളൊരു ഉത്സവം. ഏത് പ്ലാവും കാച്ചു കിടക്കും, ഏത് മാവും കാച്ചു കിടക്കും, ഏത് കൊന്നയും പൂത്ത് കിടക്കും, എവിടെ നോക്കിയാലും പൂക്കളും അങ്ങനെ ഫലങ്ങളും ഉള്ളൊരു കാലമായിരിക്കും വിഷുക്കാലം. ഈ വിഷുക്കാലത്ത് ഈ വിഷുഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 12 രാശികളിലേക്കും ഈ സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം, അതും അതിനോടനുബന്ധിച്ച് 12 രാശിക്കാർ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വിഷുഫലത്തിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. വിഷുഫലം എന്ന് പറയുമ്പോൾ ചാരഫലത്തിനാണ് ഇതിൽ പ്രസക്തി വരുന്നത്. അപ്പോൾ ചാരഫലത്തിന് എന്താ പ്രസക്തി എന്ന് നമുക്ക് തോന്നും. അപ്പം അതിനെപ്പറ്റിയൊരു ശ്ലോകമുണ്ട്. സർവേഷു ലഗ്നേഷു ബി സൽസു ചന്ദ്ര ലഗ്നം പ്രധാനം ഖലു ഗോചരേഷു തസ്മാത് സ ദൃശ്യാദപി വർത്തമാന ഗ്രഹേന്ദ്രചാരയിരു കഥൈഫലാനി എന്ന് വെച്ചാൽ എല്ലാ ലഗ്നങ്ങളിലും വെച്ച് പ്രധാനമാണ് ചന്ദ്രലഗ്നം. എന്ന് വെച്ചാൽ ആർക്കും തന്നെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് അറിയണ്ട, അടുത്ത കാലഘട്ടത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാനാണ് താല്പര്യം. അപ്പം അതിന് നമ്മൾ ചന്ദ്രലഗ്നം വെച്ച് പറഞ്ഞാൽ വളരെ കറക്റ്റായിരിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ പറയുന്നത്. മേടമാസം 1-ാം തീയതി 9:30 സൂര്യൻ മീനമാസത്തിൽ നിന്നും 9:35 ഇടയ്ക്കാണ് മീനമാസത്തിൽ നിന്ന് മേടമാസത്തിലേക്ക് സംക്രമിക്കുന്നത്. അത് കാരണം വിഷു കണിയൊക്കെ 15-ാം തീയതിക്കാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. 15-ാം തീയതി വെച്ചാൽ വിഷു സംക്രമിച്ച് ഒരു രാത്രി കഴിഞ്ഞിട്ടായിരിക്കും വിഷു സംക്രമം വരുന്നത്. ആ വിഷു കണിയൊക്കെ നമ്മൾ വയ്ക്കുന്നത്. ആ വിഷു കണിയോടനുബന്ധിച്ചുള്ള രാശികളുടെ ഫലം പറയുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ മേടൻ രാശിയുടെ ഫലം പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തികക്കാല് ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത്. ഈ മേടക്കൂറിൽ വരുന്ന ഈ അശ്വതി, ഭരണി, കാർത്തികക്കാലുകാർക്ക് ഇപ്പം നോക്കിയാൽ വളരെ ഒരു പിടിച്ച സമയം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ചാരവശാൽ 3-ൽ വ്യാഴം നടക്കുകയാണ്, 12-ലാണെങ്കിൽ ശനി നടക്കുകയാണ്. അപ്പം ശനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ള ഒരു ഗ്രഹമാണ്. കാരണം ശനിയുടെ ഏറ്റവും മെയിൻ ജോലിയാണ് ആളുകളെ തട്ടിയിടുക, വീഴ്ത്തുക എന്നുള്ളത്. അപ്പോൾ 12 എന്ന് പറയുന്നത് പതന സ്ഥാനമായത് കാരണം ഈ മേടക്കൂറുകാർ വളരെ സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാനും എല്ലാം. കാരണം എപ്പോൾ വേണേലും അവർക്ക് വീഴാം, കാരണമൊന്നുമില്ലാണ്ട് അവർ മറിഞ്ഞു വീഴാം എന്നൊക്കെയാണ് പറയുന്നത്. 12-ൽ ശനിയുടെ ഒപ്പം അതിപാപനായിട്ടുള്ള കുജനും കൂടിയുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ അഗ്നിമാരുത യോഗം എന്ന് പറയുന്നൊരു യോഗം നടക്കുകയാണ്. അതിൻ്റെ പൊട്ടിത്തെറിയാണ് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ന് കാണുന്ന യുദ്ധങ്ങളുടെ എല്ലാം കാരണം. കുജൻ തീയുടെ ആളാണ്. ഈ കുജൻ്റെ ദൃഷ്ടി ഇപ്പം മിഥുനൻ രാശിയിലേക്ക് വന്നിട്ട് മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിനും ഇത് ബാധിക്കുന്ന കാരണം ഇവർ വളരെ കഷ്ടപ്പെടുന്നൊരു സമയമാണ് മേടൻ രാശിക്കാർ. പിന്നെ ഇവർക്ക് ജൂൺ മാസം കഴിഞ്ഞാൽ വ്യാഴം 4-ാം കർക്കിടകൻ രാശിയിലേക്ക് വരും. അത് കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം വരുന്നതോടെ വ്യാഴം തന്നെ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്നതോടെ ഈ അവസ്ഥയ്ക്കൊരു പതുക്കെ ഒരു മാറ്റം വരുന്നതായിരിക്കും. ഇതുകൂടാണ്ട് രാഹുകേതുക്കളുടെ ഒരു മാറ്റമുണ്ട്, അത് ഡിസംബറിലാണ്. അതും ഇവർക്ക് വളരെ പ്രതികൂലമായിട്ട് വരും. അപ്പോൾ ഇവർ ശാസ്താ ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ വിഷ്ണുപ്രീതിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം, സർപ്പപ്രീതിക്കായി സർപ്പസങ്കേതങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ് ചെയ്യാവുന്നതായിട്ടുള്ള വഴിപാടുകൾ. രണ്ടാമത്തെ രാശിയായ ഇടവൻ രാശി, കാർത്തിക മുക്കാല്, രോഹിണി, മകയിര് തര ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയിൽ വരുന്നത്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2-ൽ വ്യാഴമുണ്ട്. ഈ 2-ൽ വ്യാഴമുണ്ടെങ്കിലും ഇവർക്ക് 12 ഈ മീനത്തിൽ നിൽക്കുന്ന ശനി ഇവരെ വീക്ഷിക്കുന്നുണ്ട്. ഇടവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. ഇടവത്തിലേക്കുള്ള ഈ ശനിയുടെ ദൃഷ്ടി ഇവർക്ക് പല ഒരു ആലസ്യം ഉണ്ടാക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കും. എല്ലാത്തിനും ഒരു മടി, ഒരു വിമുഖത കാണിക്കും. ഇവർ എന്തിനിറങ്ങിയാലും ഇന്ന് പോകണ്ട, നാളത്തേക്ക് മാറ്റി വയ്ക്കാന്നൊരു ടെൻഡൻസി ഇവരിലുണ്ടാക്കും ഈ ശനി. പക്ഷേ 2-ലെ വ്യാഴം ഇവർക്ക് ധനപരമായിട്ട് വളരെ ഉയർച്ച കൊടുക്കും. അത് ജൂൺ മാസം കഴിയുമ്പോൾ ഈ 2-ലെ വ്യാഴം പതുക്കെ കർക്കിടകത്തിലേക്ക് വരും. കർക്കിടകം തന്നെ ഉച്ചരാശിയാണെങ്കിലും ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ഗുണം അപ്പോൾ കുറയുക ചെയ്യുന്നത്.
കാരണം വെച്ചാൽ 3ലേക്ക് പോയി മറഞ്ഞു, വ്യാഴം മറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് പല പല ബുദ്ധിമുട്ടുകൾ, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ജോലിക്ക് പോകാനൊരു ബുദ്ധിമുട്ട്, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ രാശിയായ മിഥുന രാശിയെ പറ്റി പറയുകയാണെങ്കിൽ മകയിരത്തരയും തിരുവാതിരയും പുണർദം മുക്കാലും ചേരുന്ന നക്ഷത്രപാദങ്ങളാണ് ഈ മിഥുന രാശിയിൽ വരുന്നത്. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ജന്മവ്യാഴമാണ്. ജന്മവ്യാഴം അത്ര ഗുണം കൊടുക്കില്ല. കാരണം വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന അത്ര നല്ലതല്ല എന്നാണ് ആചാര്യന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് തന്നെ ഈ കുജൻ്റെ ദൃഷ്ടിയും കൂടിയുണ്ട്. കുജൻ്റെ ദൃഷ്ടിയും കൂടി ഉള്ളത് കാരണം കുജൻ എല്ലാത്തിനും ഒരു മുടക്ക് വരുത്തുന്നയാളാണ്. എല്ലാത്തിനും ഒരു മുടക്കായിരിക്കും ഇവർക്ക്. എന്തിനിറങ്ങി പുറപ്പെട്ടാലും ഇവർക്കൊരു മുടക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ ഈ ജൂൺ മാസം വരെ ഇവർക്ക് ഇങ്ങനെ വളരെ കഷ്ടത നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ പാസ് ചെയ്യേണ്ടി വരും മിഥുന രാശിക്കാർ. ആ ജൂൺ മാസം മുതൽ ഇവരുടെ വ്യാഴം രാശി കർക്കിടകത്തിലേക്ക് മാറുന്നത് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങുന്നൊരു കാലഘട്ടത്തിലേക്ക് വരും. അതേസമയം ഈ വ്യാഴത്തിൻ്റെ ഗുണം കിട്ടുന്നതോടുകൂടി ഇവർക്ക് ശനിയുടെ ഗുണങ്ങൾ കുറഞ്ഞു വരും ജീവിതത്തിൽ. അപ്പോൾ ഇവർ എന്നാലും 2.5 വർഷക്കാലം ഈ ശനിയുടെ ഉപദ്രവം ഇവർക്കുണ്ടാകും. അപ്പോൾ ഇവർ ശിവക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം, ഗുരുവായൂർ ദർശനം, അങ്ങനെയുള്ളതായിട്ടുള്ള വിഷ്ണു ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളുമായിട്ട് ഇവർ കഴിയുന്നത് നല്ലതാണ്. കഴിയുന്നത്ര സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഇവരുടെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയ്ക്കും നല്ലതായിരിക്കും. പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രം ഇത്രയും വരുന്നതാണ് കർക്കിടകൻ രാശിയിലെ നക്ഷത്രങ്ങൾ. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് 12-ൽ വ്യാഴം നടക്കുന്ന കാലമാണ്. 12-ൽ വ്യാഴം എന്ന് വെച്ചാൽ അത്ര ഗുണകരമല്ല ഇവർക്ക്. പക്ഷേ കർക്കിടകൻ രാശിക്കാർക്ക് അതുപോലെ തന്നെ ശനി ഇവർക്ക് നല്ല ഗുണഫലമൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ മീനത്തിൽ നിൽക്കുന്ന ശനി കുജന്മാരുടെ ഉപദ്രവവും അതേപോലെ ഈ 12-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഉപദ്രവവും കാരണം കർക്കിടകൻ രാശിക്കാർ ഇപ്പോൾ ഒരു വളരെ ധനപരമായിട്ടൊരു ബുദ്ധിമുട്ട്, എല്ലാത്തിനും ഒരു തടസ്സം, ഔദ്യോഗികപരമായിട്ടൊരു ജോലിക്ക് പോകാനൊരു മടി, അങ്ങനെയൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിട്ട് തോന്നും. നമുക്കൊരു അലസത തോന്നും. കാരണം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനും പോകാൻ തോന്നില്ല. അപ്പോൾ 12-ൽ വ്യാഴം പറഞ്ഞത് ധനാധിപനായ വ്യാഴം തന്നെ 12-ൽ പോയി നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് 12 എന്ന് വെച്ചാൽ പതന സ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ധനപരമായിട്ടൊരു അധപ്പതനം ഇവരിൽ കാണാൻ സാധിക്കും. ഈ രാശിക്കാരിൽ എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ. ലഗ്നഫലം വെച്ച് കുറച്ച് പേരിൽ മാറ്റം ഉണ്ടാകും. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ചന്ദ്രഫലം അല്ലേ. അപ്പോൾ ചന്ദ്രഫലം വെച്ചിട്ട് കുറച്ച് പേർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷേ പിന്നീട് ഇവർക്ക് വരുന്നതായിട്ടുള്ള ഈ ജൂൺ മാസം മുതൽ ഇവർ വ്യാഴം തൻ്റെ ഉച്ചരാശിയെ കർക്കിടകത്തിലേക്ക് വരും. ജന്മവ്യാഴം കൊള്ളില്ല എങ്കിലും കർക്കിടകൻ രാശി അതിന് ഉച്ചരാശി ആയത് കാരണം കർക്കിടകൻ രാശിക്കാർക്ക് കുറച്ച് ഗുണഫലങ്ങൾ കിട്ടും. 12-ൽ വ്യാഴം നിന്നതിൻ്റെക്കാട്ടിലും കുറച്ച് ബെറ്ററായൊരവസ്ഥ ജന്മവ്യാഴം ഇവർക്ക് കൊടുക്കുന്നതായിരിക്കും. രാശിചക്രത്തിലെ 5ാമത്തെ രാശിയായ ചിങ്ങം രാശിയെ പറ്റിയാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. മകം, പൂരം, ഉത്രം കാൽ ഉൾപ്പെടുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങൻ രാശിയിൽപ്പെടുന്നത്. ഈ ചിങ്ങൻ രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്കിപ്പം 11-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. 11-ൽ വ്യാഴം, 8-ൽ ശനി, 7-ൽ രാഹു. ഇത്രയുമാണ് ഇവരുടെ ദൂഷ്യഫലങ്ങൾ ദൂഷ്യമായിട്ടുള്ള ഗ്രഹങ്ങളെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇതിൽ 11-ൽ 3 വർഷം 9, 10, 11 ഭാവങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നതായ സർവേശ്വകാരകനായിട്ടുള്ള വ്യാഴം ഈ ജൂണിൽ 12-ലേക്ക് മാറും. ഈ 12-ലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് പലവിധ ബുദ്ധിമുട്ടുകളും കൊടുക്കാവുന്നതാണ്. കാരണം ഈ 3 വർഷം കൊടുത്ത സൗഭാഗ്യങ്ങളെല്ലാം ഒരുമിച്ച് തട്ടിക്കൊണ്ടുപോകുമൊന്നുമില്ല. എന്നാലും കുറേശ്ശെ മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാകാം. അതിനായിട്ട് ഇവർ ദ്വാദശാക്ഷരി മന്ത്രം ചൊല്ലി വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 108 പ്രാവശ്യം 12 പ്രാവശ്യം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. 12 പ്രാവശ്യം ദ്വാദശാക്ഷരി മന്ത്രം എന്നും കുളി കഴിഞ്ഞിട്ട് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി ചൊല്ലുന്നത് വളരെ ഗുണകരമായിരിക്കും. പിന്നെ അഷ്ടമത്തിലെ ശനിയെ പറ്റി പറയുകയാണ്. അഷ്ടമ ശനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും വലിയൊരു അഷ്ടമം എന്ന് വെച്ചാൽ അഷ്ടമം ശരിക്കും ജ്യോതിശാസ്ത്രത്തിൽ 1000 സ്ഥാനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിലെ ശനി എന്ന് പറയുമ്പോൾ സകലവിധ ദുരിതങ്ങളും ഈ ചിങ്ങക്കൂറുകാർക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ കെട്ടിയിട്ട മാതിരത്തെ ഒരവസ്ഥയായിരിക്കും ചിങ്ങക്കൂറുകാർക്ക്. എന്തിനു പോകണമെങ്കിലും ഒരു മടി തോന്നും ഇവർക്ക്. പുറകിൽ നിന്നാരോ പിടിച്ച് വലിക്കുന്നതായിട്ടൊരു പ്രവണത ഇവരിലെല്ലാം ഉണ്ടാകും.
എന്ത് കാര്യത്തിന് പോയാലും. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തുക. ശനിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ലത് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്നത് തന്നെ. ഓം നമഃ ശിവായ 108 പ്രാവശ്യം കുളി കഴിഞ്ഞിട്ട് രാവിലെ ശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുക. ഇല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. നടക്കി നിന്ന് ഓം നമഃ ശിവായ എന്ന് 108 ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ 7-ലാണ് ഇവർക്ക് രാഹു സഞ്ചരിക്കുന്നത്. 7-ലെ രാഹുവിൻ്റെ സഞ്ചാരം ഇവർക്ക് അത്ര ഗുണം ചെയ്യുന്ന ഒന്നല്ല. കാരണം 7-ലെ രാഹു എന്ന് വെച്ചാൽ ഇവർക്ക് പല പല വഴിവിട്ട ബന്ധങ്ങളിലേക്കൊക്കെ ഇവർ പോയി ചാടാൻ സാധ്യതയുള്ള കാലമാണ്. നോക്കിയിരുന്നില്ലെങ്കിൽ വളരെ കുഴപ്പത്തിൽ ഇവർ ചാടാൻ പോകുന്നുള്ളൂ. ആ കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് ഏതൊക്കെ അമ്പലത്തിൽ ഇവർ പോകുമ്പോഴും എല്ലാ അമ്പലങ്ങളിലും സർപ്പസങ്കേതങ്ങളുണ്ട്. ആ സർപ്പസങ്കേതങ്ങളിൽ ചെന്നിട്ട് നാഗരാജാവിനെയും നാഗയക്ഷിയും നല്ലോണം ഉള്ളൂരിക്ക് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട സർപ്പസങ്കേതങ്ങളായ മണ്ണാറശാല, ആമേട, പാമ്പുമേക്കാട് ഇവിടെയൊക്കെ പോയിട്ട് യഥാശക്തി വഴിപാട് നടത്തി തൊഴുതു വരുന്നത് വളരെ ഉത്തമമായിരിക്കും. 12-ലെ വ്യാഴം ഇവർക്ക് ഗുണഫലങ്ങളല്ല ദോഷഫലങ്ങൾ കൊടുക്കുമെങ്കിലും ദ്വാദശാക്ഷരി മന്ത്രം ചൊല്ലുന്നത് കൊണ്ട് ഇവർക്ക് വളരെ ഗുണം ചെയ്യും. ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ അത്രമാത്രം ദൂഷ്യങ്ങൾ ഉണ്ടാവില്ല. അഷ്ടമ ശനിയെ പ്രീതിപ്പെടുത്തുക, ഇതാണ് ഇവരൊരു വർഷം ചെയ്യേണ്ടതിന്. അടുത്തതായിട്ട് 6-ാമത്തെ രാശിയായ കന്നിരാശിയിലേക്ക് പോകാം. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത്. കന്നിരാശിക്ക് പരദേശ രാശി എന്നാണ് പറയുന്നത്. അപ്പോൾ കന്നിരാശിക്കാരെപ്പോഴും തന്നെ പരദേശത്ത് എന്ന് വെച്ചാൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. നാട് വിട്ട് മാറി ജോലി ചെയ്യേണ്ടവരായിരിക്കും. ഇവർക്ക് ഈ കണ്ടകശനി കാലം വളരെ ദൂഷ്യഫലങ്ങൾ കൊടുക്കുന്നതായിരിക്കും. കണ്ടകശനിയുടേതായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. കണ്ടകനിൽ തെണ്ടണം, ഞൊണ്ടി നടക്കണം എന്നാണ് സാധാരണ നാട്ടിൻപുറത്ത് ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഈ കണ്ടകശനി കാലം ഇവർ നോക്കിയിരുന്ന് ഓം നമഃശിവായ എന്നുള്ള 108 പഞ്ചാക്ഷരി ചൊല്ലുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ വ്യാഴമാണെങ്കിൽ ഇവർക്ക് സർവ സമ്പത്തും നേടിക്കൊടുക്കും. 10-ൽ നിൽക്കുന്ന വ്യാഴം ഉദ്യോഗസ്ഥാനമാണ് 10. 10-ൽ നിൽക്കുന്നതായിട്ടുള്ള കർമ്മരംഗത്ത് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള ഗുണങ്ങൾ അത് ശരിക്കും 11-ലേക്ക് വ്യാഴം തന്നെ ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ മാക്സിമം ബെനിഫിറ്റ് വ്യാഴത്തിൻ്റെ ഇവർക്ക് കിട്ടും കന്നിരാശിക്കാർക്ക്. പിന്നെ അതുകൂടാണ്ട് 6-ലാണ് ഇവർക്ക് രാഹു നടക്കുന്നത്. 6-ലെ രാഹു അത്ര നല്ലതല്ല. 6 വെച്ചാൽ രോഗസ്ഥാനമാണ്. ഈ രോഗസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള രാഹുവിൻ്റെ രീതിയിലുള്ള രോഗങ്ങൾ ഇവർക്ക് കൊടുക്കാം. രാഹുവിൻ്റെ രീതിയിൽ രോഗങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ട് സ്കിൻ ഡിസീസസ് ആണ് ഇത് കൂടുതലും കൊടുക്കുന്നത്. തൊലിപ്പുറമെയുള്ള അസുഖങ്ങൾ, തൊലി ചൊറിയൽ, അതൊക്കെയായിരിക്കും ഈ രാഹുവിനെ കൊണ്ട് കൊടുക്കുന്നത്. ഇവിടെ ചുട്ടുപൊള്ളുന്നൊരവസ്ഥ വരും ഇവർക്ക്. ഭയങ്കര ചൂട് ഇവർക്ക് അനുഭവപ്പെടും. അന്തരീക്ഷം ചൂടാണ്, എന്നാലും ഇവർക്ക് കന്നിരാശിക്കാർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ചൂട് അനുഭവപ്പെടും. ഈ 6-ൽ നിൽക്കുന്ന രാഹു കൊടുക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ഗുണമാണ് സ്കിന്നിന് ഭയങ്കര ചൂട് അനുഭവപ്പെടുക. അതുപോലെ 7-ലെ ശനി കണ്ടകശനിയാണ്. കണ്ടകശനിയെ പ്രീതിപ്പെടുത്താനായിട്ട് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഓം ഹ്രീം നമഃശിവായ എന്നുള്ള ശക്തി പഞ്ചാക്ഷരി ഏത് വേണമെങ്കിലും ഇവർക്ക് ചൊല്ലാം. 108 പ്രാവശ്യം രാവിലെ കുളി കഴിഞ്ഞിട്ട് മനസ്സിൽ ശിവനെ ധ്യാനിച്ചിട്ട് ചൊല്ലുന്നത് വളരെ ഗുണഫലങ്ങൾ കൊടുക്കുന്നതായിരിക്കും. വ്യാഴമാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹം. 10-ൽ നിന്ന് 11-ലേക്ക് കിടക്കുന്നു. 11 എന്ന് വെച്ചാൽ ഉച്ചസ്ഥാനമായിട്ടുള്ള 11 കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ സകല സൗഭാഗ്യങ്ങളും കന്നിരാശിക്കാർക്ക് കിട്ടുന്നതായിരിക്കും. രാശിചക്രത്തിലെ 7-ാമത്തെ രാശിയെ തുലാം രാശിയിലേക്ക് പോകാം. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല് ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശിയിൽ വരുന്നത്. ഈ തുലാം രാശിയെ നമ്മൾ പറയുന്നത് കച്ചവട രാശി എന്നാണ് പറയുന്നത്. ഒരു കച്ചവട സിമ്പലാണ്. അതിൻ്റെ സിമ്പൽ തന്നെ ഒരു കച്ചവടക്കാരൻ ത്രാസം പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ കച്ചവട രാശിക്കാരെന്ന് വെച്ചാൽ ഇവർ കച്ചവട മനോഭാവത്തിൽ എന്തിനേയും ഇവർ നേരിടുകയുള്ളൂ. എന്ത് കാര്യത്തിലും ഇവർക്കൊരു കച്ചവട മനോഭാവം ഉണ്ടാകും. വർത്തമാനത്തിലും ഒക്കെ ആ ഒരു മനോഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഈ തുലാം രാശി എന്ന് പറയുന്നത് ശനിയുടെ ഉച്ചരാശിയാണ്. അത് കാരണം 6-ൽ നിൽക്കുന്ന ശനിയുടെ ഉപദ്രവം ഇവർക്ക് അധികം ഉണ്ടാവാൻ പോകുന്നില്ല. 6-ലെ ശനി തുലാം രാശിക്കാരെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം വലിയ ഉച്ചക്ഷേത്രമായി തൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന രാശിക്കാരെ ശനി അങ്ങനെ ഉപദ്രവിക്കില്ല. പക്ഷേ 5-ൽ നിൽക്കുന്ന രാഹു, 5 വെച്ചാൽ മനസ്സിൻ്റെ സ്ഥാനം, അതേപോലെ സന്താനങ്ങളുടെ സ്ഥാനമൊക്കെ ഇവരുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ തോന്നിക്കൊണ്ടിരിക്കും. രാഹു എന്ന് പറഞ്ഞാൽ ഒരു കയറിൻ്റെ പോലത്തെ ഒരു സിമ്പലാണ്. രാഹുവും കേതുവൊക്കെ കയറായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ എപ്പോഴും വേണ്ടാത്തതായിട്ടുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അതുപോലെ സന്താന വിഷയം എടുത്താലും സന്താനങ്ങൾക്കും ഒരു നല്ല രീതിയിലായിരിക്കില്ല. ഇവർ സന്താനങ്ങളെ നിയന്ത്രിച്ച് നിർത്തേണ്ട ഒരു രാശിയാണ് തുലാം രാശിക്കാർ. സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ദുരിതങ്ങൾ വരാതിരിക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്.
അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി ഇവർക്ക് സർപ്പസങ്കേതങ്ങളിൽ പോയി പ്രാർത്ഥിക്കാവുന്നതാണ്. നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ മാത്രം മതി, അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. സന്താനങ്ങൾ നന്നായി വരണം, അവർക്ക് നല്ല ഭാവി കൊടുക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുക. വ്യാഴത്തെ പറ്റി പറയുകയാണെങ്കിൽ വ്യാഴം ഇവർക്ക് സർവ്വ അഭീഷ്ടങ്ങളും നൽകുന്നൊരു ഗ്രഹമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. 9-ലാണ് വ്യാഴം നിൽക്കുന്നത്. 9-ൽ നിൽക്കുന്ന വ്യാഴം ജൂണിൽ 10-ലേക്ക് വരും. 10 എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ്. അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് നല്ലൊരു ഉയർച്ച കാണുവാൻ സാധിക്കും. നമുക്ക് കർമ്മരംഗത്ത് നല്ലൊരു ഉയർച്ച ഈ ജൂൺ മാസത്തോടുകൂടി ഉണ്ടാകും. അതുപോലെ തന്നെ ഈ 9 ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം കൊടുത്തതായിട്ടുള്ള സൗഭാഗ്യങ്ങളെല്ലാം കർമ്മരംഗത്തേക്ക് ഇവർക്ക് ശോഭിപ്പിക്കാനും പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ ശനിയെപ്പറ്റി പറയുകയാണെങ്കിൽ ശനി ഇവർക്ക് വലിയ ദോഷങ്ങൾ ചെയ്യില്ല. കാരണം ശനിയുടെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളായത് കാരണം ശനി ഇവർക്ക് ദോഷങ്ങൾ കൊടുക്കാണ്ട് നന്മകൾ എങ്കിൽ കൊടുക്കുകയുമില്ല, എങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കും. അതിൽ ഉപദ്രവിക്കുകയില്ല, ഉപകാരം ചെയ്യുകയില്ല. അങ്ങനത്തെ ഒരു വേയിൽ ന്യൂട്രലായിട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ശനി പ്രീതി വരുത്തുന്നത് ഇവർക്ക് കർമ്മരംഗത്തൊക്കെ ഉയർച്ചയ്ക്ക് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ശനി പ്രീതിക്കായിട്ട് ഇവർ പഞ്ചാക്ഷരി മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുക, അല്ലെങ്കിൽ ശക്തി പഞ്ചാക്ഷരി 108 പ്രാവശ്യം ചൊല്ലുക. ഓം നമഃ ശിവായ എന്ന് ഓം ഹ്രീം നമഃ ശിവായ എന്നുള്ള മന്ത്രങ്ങൾ ചൊല്ലുക. അതുപോലെ തന്നെ വ്യാഴത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ഓം നമോ നാരായണായ ഒരു 108 പ്രാവശ്യം ചൊല്ലുക. ഇതൊക്കെ ഇവരുടെ കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും. അവിടെ സർപ്പങ്ങൾ സങ്കേതത്തിൽ പോവുക, പ്രധാനപ്പെട്ട സർപ്പക്ഷേത്രങ്ങളായിട്ടുള്ള മണ്ണാറശാല പോയിട്ട് അവിടെ അമ്മയെ ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആമയുടെ പോയിട്ട് ദർശനം നടത്തുക, പാമ്പുമയ്ക്കായിട്ട് പോയി ദർശനം നടത്തുക, ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഇത് തന്നെയാണ് ഇവർക്ക് വേണ്ടത്. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഇവർക്ക് വരരുത്. കാരണം ഈ 5-ൽ നിൽക്കുന്ന സർപ്പം മനകാരകനായിട്ടുള്ള മനസ്സിൻ്റെ കാരകത്വം 5-ാം ഭാവമാണ്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പം ഇവർക്ക് വേണ്ടാത്ത ചിന്തകളെ കൊടുക്കുകയുള്ളൂ, നല്ല ചിന്തകളൊന്നും കൊടുക്കാൻ പോണില്ല. അപ്പോൾ വേണ്ടാത്ത ചിന്തകളൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് സർപ്പങ്ങളോട് നല്ലവണ്ണം പ്രാർത്ഥിക്കുക. സർവീശ്വരകാരകനായ വിഷ്ണുവിനെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. അതുപോലെ ശിവനെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് തുലാം രാശിക്കാർക്ക് ചെയ്യാവുന്നതായിട്ടുള്ള പരിഹാരങ്ങൾ. രാശിചക്രത്തിലെ 8ാമത്തെ രാശിയായ വൃശ്ചികം രാശിയിലേക്ക് പോകാം. വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്നതായ നക്ഷത്രം എന്ന് വെച്ചാൽ വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ 2.25 നക്ഷത്രമാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് യാതൊരു ഭാഗ്യവുമില്ലാത്ത സമയം ഇത്. വ്യാഴം അഷ്ടമത്തിൽ പോയി മറഞ്ഞിരിക്കുന്ന സമയം. വ്യാഴം അഷ്ടമത്തിൽ പോയി മറഞ്ഞിരിക്കുന്നു. പിന്നെ 5-ലാണെങ്കിൽ ശനി, 5-ാം ശനി ഒരു ചീത്ത സ്ഥാനമാണ്. 5-ൽ ശനി നടക്കുന്നു, 4-ലാണെങ്കിൽ സർപ്പം നടക്കുന്നു. ഇത്രയൊക്കെ നമുക്ക് ഇവരുടെ ദോഷവശങ്ങളും ഗുണവശങ്ങളും പറയാനുള്ളൂ. അപ്പോൾ ഈ പറയാനായിട്ട് നല്ലതൊന്നുമില്ല വൃശ്ചികം രാശിക്ക്. വൃശ്ചികം രാശി ആചാര്യന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നത് സ്വയംകൃത അനർത്ഥരാശി എന്നാണ്. ഇവർ തന്നെത്താൻ ഓരോ കുഴികളിൽ പോയി ചാടിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്താൽ അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന രാശിയാണ് വൃശ്ചിക രാശി. ഛന്നപാപ രാശി എന്നൊക്കെ പല പേരുകളിലാണ് ഇതറിയുക. കീടരാശിയാണ്. അപ്പോൾ ഈ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൃശ്ചികൻ രാശിക്കാർക്ക് അഷ്ടമ വ്യാഴം, 8-ൽ വ്യാഴം എന്ന് വെച്ചാൽ നമുക്ക് എത്ര പൈസ കിട്ടിയാലും ദാരിദ്ര്യത്തിൻ്റെ ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക. എത്ര പൈസ കിട്ടിയാലും കിട്ടിയില്ല എന്ന് തന്നെ തോന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. അത് ജൂൺ മാസം 9-ലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് ഗുണഫലങ്ങൾ ചെയ്യുന്നതായിരിക്കും. വ്യാഴം തന്നെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ 9-ൽ നിൽക്കുമ്പോൾ, ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ കഴിയുന്നത്ര ഭാഗ്യം ഇവർക്ക് കിട്ടുന്നതായിരിക്കും. അതേ സമയത്ത് 5-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനി ഇവർക്ക് മനസ്സിന് തിളയ്ക്കുന്ന എണ്ണയിൽ കിടക്കുന്ന മാതിരി ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക്. എപ്പോഴും ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, മെൻ്റൽ ടെൻഷൻ കൂടുതലായിരിക്കും. ആചാര്യന്മാർ തന്നെ പറയുന്നുണ്ട് 5-ാം ശനിക്ക് ഭ്രാന്തം എന്നാണ് പറയാറ്. എന്ന് വെച്ചാൽ ഒരു ഭ്രാന്തമായ അവസ്ഥ. അതുപോലെ നടക്കുന്നതല്ല, ഭ്രാന്തമായ ഒരവസ്ഥ. എന്ന് വെച്ചാൽ ശരിയായൊരു തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് പറ്റില്ല ഈ സമയത്ത്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറ്റില്ല. 5-ാം ശനിക്ക് ശനി 5-ലായത് കാരണം മനസ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ശനി ഇവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനും പറ്റില്ല. സാമ്പത്തിക നഷ്ടം ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനിയും വരുന്നത് വ്യാഴത്തിൻ്റെ മാറ്റമാണ് ഇവർക്ക് ഗുണകരമായിട്ട് വരുന്നത്. ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് ഗുണകരമാവണമെങ്കിൽ ഇവർ ആവുന്ന വിധത്തിൽ സർവേശ്വരനായ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തിയേ പറ്റുള്ളൂ. ഓം നമോ നാരായണ എന്നുള്ളത് 108 പ്രാവശ്യം ചൊല്ലിയാൽ മാത്രം മതി, അല്ലാണ്ട് വേറൊന്നും നാരായണനെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ശനിപ്രീതിക്കായിട്ട് ഓം നമഃ ശിവായ എന്നുള്ള പഞ്ചാക്ഷരി 108 പ്രാവശ്യം ഇവർ ചൊല്ലുക, അല്ലെങ്കിൽ ഓം ഹ്രീം നമഃ ശിവായ എന്നുള്ള ശക്തി പഞ്ചാക്ഷരി 108 പ്രാവശ്യം ചൊല്ലുക. ഇതാണ് ഇവർക്ക് ഏറ്റവും ചെയ്യാവുന്നത്. പിന്നെ 4-ലാണ് രാഹു നിൽക്കുക. 4 പറയുമ്പോൾ നമ്മുടെ കുടുംബസ്ഥാനമാണ്. കുടുംബസ്ഥാനത്ത് എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ എന്ന് വെച്ചാൽ ഒരു സമാധാനം ഇല്ലായ്മ ഉണ്ടാകും. ഈ
4ൽ നിൽക്കുന്ന രാഹു കൊടുക്കുന്നത്. 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം സർപ്പസങ്കേതങ്ങളിൽ ആവുന്ന വിധത്തിൽ ഇവർ പോയി പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി സർപ്പത്തെ നല്ലവണ്ണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്കുള്ള സമാധാനത്തിനുള്ള കുറവ് ഇവർക്ക് നികത്തിയെടുക്കാവുന്നതാണ്. വീട്ടിൽ സമാധാനക്കേട് സർപ്പത്തിൻ്റേതായിട്ടുള്ള 4ലെ സ്ഥാനം, 4 വീടിൻ്റെ സ്ഥാനമായത് കാരണമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതുപോലെ 5ലെ ശനിയാണ് ഇവർക്ക് ഏറ്റവും ദൂഷ്യമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. 5ലെ ശനിയുടെ ഉപദ്രവം ഇവർക്ക് ഇനി 2 വർഷത്തോളം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഡിസിഷൻ ഇവർക്ക് എടുക്കാനേ പറ്റില്ല. ഇങ്ങോട്ട് തെക്കോട്ട് പോകുമ്പോൾ ഇവർക്ക് തോന്നും തെക്കല്ല വടക്കാണ് നല്ലതെന്ന്, വടക്കോട്ട് പോകുമ്പോൾ തോന്നുന്നില്ല തെക്കോട്ട് തന്നെ പോകുന്നതാണ് നല്ലത്. അപ്പം ഇൻ ബിറ്റ്വീനായിട്ടൊരു അവസ്ഥ ഇവർക്ക് വരും. നല്ലതിലേക്കും പോവില്ല, ചീത്തയിലേക്കും പോവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും ഈ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ. അതുപോലെ അത് 2 വർഷം കൂടി ഉണ്ട് ഇനി ശനിയുടെ ഉപദ്രവം ഇവർക്ക്, 5ലെ ശനി. വ്യാഴം ഇവർക്ക് ജൂൺ മാസം മുതൽ 9ലേക്ക് വരുന്നത് മാത്രമേ ഒരു ഗുണം എന്ന് പറയാനായിട്ടുള്ളൂ. ഗുണഫലങ്ങൾ കിട്ടുന്നതിനായിട്ടാണ് വിഷ്ണുപ്രീതി ആവശ്യം വരുത്തേണ്ടതാണ്. അടുത്തതായി രാശിചക്രത്തിലെ 9ാമത്തെ രാശിയായ ധനുരാശിയിലേക്ക് പോകാം. മൂലം, പൂരാടം, ഉത്രാടം കാൽ ഉൾപ്പെടുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശിയിൽ വരുന്നത്. ധനുരാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് 7ൽ വ്യാഴം, 4ൽ ശനി, 3ൽ രാഹു, ഇതാണ് ഇവരുടെ സ്ഥായിയായിട്ട് കുറച്ച് നാൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ. ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ ഒരു മാസമൊക്കെ വരുമ്പോൾ ഇങ്ങനെ മാറി മാറി പോകുന്നതാണല്ലോ. അപ്പോൾ അവരുടെ ഫലം നമുക്ക് പറയേണ്ട കാര്യമില്ല ഇതിൽ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ 4ലെ ശനി എന്ന് വെച്ചാൽ കണ്ടക ശനിയാണ്. ഈ കണ്ടക ശനിക്ക് വളരെ ദൂഷ്യങ്ങളുള്ളതാണ്. കണ്ടക ശനിയിൽ ഇവർ വീഴാണ്ടൊക്കെ നോക്കണം, കണ്ടകനിൽ തെണ്ടണം, ഞൊണ്ടി നടക്കണം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുള്ളത് കാരണം വീഴ്ച വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. അതുമല്ല ഇവർ ഈ 4ലെ ശനി തന്നെ ഇവരുടെ 10ലേക്ക് നോക്കുന്നുണ്ട്. ധനുവിൻ്റെ 10ാം രാശിയായ കന്നിയിലേക്ക് നോക്കുന്നുണ്ട്. 10 എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥാനാണ്. അപ്പോൾ ഈ ശനി എല്ലാത്തിനും മടിയുണ്ടാക്കുന്ന കാരണം ഉദ്യോഗത്തിന് പോകാൻ ഒരു മടി, ജോലിക്ക് പോകാൻ മടി, അങ്ങനെയൊക്കെ ഒരു അലസത ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതാണ്. അപ്പം അതൊക്കെ ഇവർ നോക്കി വേണം ഇരിക്കാനായിട്ട്. പിന്നെ 3ലെ രാഹു എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 എന്ന് വെച്ചാൽ സൗഹൃദ സ്ഥാനങ്ങളാണ്. ഈ കൂട്ടുകെട്ടുകൾ, ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആകെ ഗുണം ചെയ്യുന്നത് വെച്ചാൽ 7ൽ നിൽക്കുന്ന വ്യാഴം, 7ൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ഇത്രയും നാളും കോമ്പൻസേറ്റ് ചെയ്തിരുന്നത്, എല്ലാ ദൂഷ്യഫലങ്ങളും കോമ്പൻസേറ്റ് ചെയ്തിരുന്നത് 7ൽ നിൽക്കുന്ന വ്യാഴമാണ്. ഈ വ്യാഴം ജൂണോടുകൂടി 8ലേക്ക് വരും, അഷ്ടമത്തിലേക്ക് വരും. അഷ്ടമത്തിലേക്ക് വരുമ്പോൾ ഇവർക്കൊന്നും കൂടി ഇത്തിരി കഷ്ടം പിടിച്ചൊരവസ്ഥയിലേക്ക്, കാര്യം ഉച്ചനാണെങ്കിലും അഷ്ടമത്തിൽ പോയി മറഞ്ഞുവല്ലോ. അപ്പോൾ യാതൊരു ഫലവും കിട്ടാൻ ഇവർക്ക് ചാൻസ് ഇല്ല, വ്യാഴത്തിൻ്റേതായുള്ള ഗുണങ്ങൾ കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ 7ൽ നിന്ന് ഇതിൻ്റെ ഗുണങ്ങളുടെ ഒരു പെട്ടെന്നൊരു മാറ്റം എന്ന് വെച്ചാൽ മെയ് മാസം മുതൽ ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അപ്പം അത് ആ ദൂഷ്യഫലങ്ങൾ കുറയുവാനായിട്ട് ഇവർ വേണ്ട വിധത്തിൽ ഓം നമോ നാരായണായ എന്ന് ചൊല്ലുക. അല്ലെങ്കിൽ അതേപോലെ തന്നെ ശനിയുടെ ദൂഷ്യഫലങ്ങൾ മാറ്റുന്നതിനായിട്ട് നമശിവായ ചൊല്ലുക. ഓം ഹ്രീം നമശിവായ അല്ലെങ്കിൽ ഓം നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും. രാഹു ഡിസംബറോടുകൂടി ഇവർക്ക് 2ലേക്ക് വരും. 2 എന്ന് പറയുന്നത് വാക്സ്ഥാനമാണ്. ഈ വാക്സ്ഥാനത്തിലേക്ക് രാഹു വരുമ്പോൾ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ വളരെ ചീത്ത വാക്കുകൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട് വായിന്ന്. അസത്യവാദി കപടീച രാഹു എന്നൊരു ചൊല്ലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോയി തലയിട്ടിട്ട് കളവ് പറയേണ്ടതായിട്ടൊരു അവസരങ്ങൾ ഇവർക്ക് വരാം. അപ്പം അതൊക്കെ നോക്കിയിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ഇവർ സർപ്പങ്ങളെ നല്ലവണ്ണം ആരാധിക്കേണ്ടതാണ്. സർപ്പസങ്കേതങ്ങളിൽ പോവുക, നല്ലവണ്ണം പ്രാർത്ഥിക്കുക. നാഗരാജാവ് നാഗേക്ഷിയോടൊക്കെ നല്ലവണ്ണം പ്രാർത്ഥിച്ച് യഥാശക്തി, എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്നേ ഞാൻ പറയാറുള്ളൂ. അതുപോലെ തന്നെ നമശിവായ ചൊല്ലുക, ഓം നമോ നാരായണായ ചൊല്ലുക, ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ ഇപ്പം നിൽക്കുന്നതായിട്ടുള്ള ഈ വ്യാഴം ഇവർക്ക് ഗുണകരമാണ്. കാരണം 11ലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. 5ലേക്കുള്ള ദൃഷ്ടി ഇവരുടെ ധനുരാശിയുടെ 11ാം രാശിയിലാണ്. അപ്പോൾ ഈ സമയത്തുള്ളതായിട്ടുള്ള ഗുണങ്ങളൊക്കെ പെട്ടെന്ന് നിൽക്കുന്ന മാതിരി പതുക്കെ ജൂണോടുകൂടി നിന്ന് തുടങ്ങും. അപ്പോൾ അത് നമ്മൾ മുന്നിൽ കണ്ടിരിക്കുക. എന്നും ഒരുപോലെ ഇരിക്കില്ല, ജീവിതമാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമുക്ക് നല്ല സുഖദുഃഖ സമ്മിശ്രമായൊരു ജീവിതം. അപ്പം ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗുണദോഷ സമ്മിശ്രമായൊരു വർഷമാണ് ഇനി വരാൻ പോകുന്നത്. അടുത്തതായി രാശിചക്രത്തിലെ 10ാമത്തെ രാശിയായ മകരം രാശിയിലേക്ക് പോകാം. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തെ അരചേരുന്ന 2.25 നക്ഷത്രമാണ് മകരം രാശിയിൽ വരുന്നത്. മകരം രാശിക്കാരെ പറ്റി പറയുകയാണ്. അവർക്ക് 2ൽ രാഹു സഞ്ചരിക്കുന്നുണ്ട്, പിന്നെ 3ൽ ശനിയുണ്ട്, വ്യാഴം ആണെങ്കിൽ 6ൽ മറഞ്ഞു നിൽക്കുവാണ് ഇപ്പം.
അപ്പോൾ ഇതാണ് ഇവരുടെ ഫലങ്ങൾ സ്ഥായിയായിട്ട് നമുക്ക് പറയാൻ പറ്റിയ 3 ഗ്രഹങ്ങൾ. ഇപ്പം ഇതിൽ വേറൊരു ഗുണം ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 7.5 ശനി കാലം കഴിഞ്ഞിട്ട് ചന്ദ്രൻ 3ലേക്ക് ശനി വന്നിരിക്കുന്ന സമയമാണ്. 3ലെ ശനി മുടിചൂടി വാഴുന്നതാണ് കണിയന്മാരുടെയൊക്കെ ഒരു ഭാഷ്യമല്ല, ഏകദേശം അനുഭവസ്ഥരും പറയണത് അത് കഴിഞ്ഞ് ഒരു നല്ല സമയമാണ്. 2.5 വർഷക്കാലം ഇവർക്ക് ശനി എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കും. കാരണം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ശനി 3ലേക്ക് വരുന്നത്. ചന്ദ്രൻ 3ലേക്ക് വരുന്നത് 30 വർഷങ്ങൾക്ക് ശേഷം. 2.5 വർഷം വെച്ച് ഓരോ 12 രാശികളും കഴിഞ്ഞ് 30ാമത്തെ വർഷമാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി ഒരു 30 വർഷം കഴിയുമ്പോഴേക്കും ഇവർക്ക് ഇനി 3ലെ ശനി വരാൻ പോകുന്നത്. അപ്പം 3ലെ ശനിയുടേതായിട്ടുള്ള സകല സൗഭാഗ്യമാണ്. ഈ 7.5 ശനിയിൽ ഇവർ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും ശനിദേവൻ തന്നെ തീർത്തിട്ട് നല്ലൊരു സമയമാണ് ഇപ്പോൾ ഇവർക്ക് നടക്കുന്നത്. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ 6ലെ വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൂഷ്യം. 6ലെ വ്യാഴം എന്ന് വെച്ചാൽ 6ലെ വ്യാഴം നമുക്കറിയാം ജൂണോടുകൂടി അത് 7ലേക്ക് വരും. 7ലേക്ക് വരുമ്പോൾ ഈ മകരം രാശിയിലേക്ക് നേരെ നോക്കുന്നുണ്ട്. മകരം അതിൻ്റെ നീചരാശിയാണ്. എന്നാലും വ്യാഴം ഉച്ചരാശിയിൽ നോക്കുമ്പോൾ മകരത്തിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ ഈ മകരം രാശിക്കാർക്ക് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം വ്യാഴം അതിൻ്റേതായിട്ടുള്ള ഉച്ചരാശിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ മകരം രാശിക്കാർക്ക് കൊടുക്കും. അതിൻ്റെ ഒപ്പം 3ലെ ശനിയും കൂടി ആയത് കാരണം വളരെ നല്ലൊരു കാലമാണ് മകരം രാശിക്കാരെ പറ്റി പറയാനുള്ളത്. മകരം രാശിക്കാർക്കപ്പം ഈ 2ൽ നിൽക്കുന്ന രാഹു മാത്രമേ ഇത്തിരി കുഴപ്പങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുകയുള്ളൂ. അവരുടെ വാക്കുകൾ അവർ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരിക, വേണ്ടാത്ത വർത്തമാനങ്ങൾ, ചീത്ത വാക്കുകൾ വായിന്ന് വരിക, ഇതൊക്കെ ഇവർക്ക് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളിപ്പോൾ ഉള്ളൂ. അപ്പോൾ ഈ 3ലെ ശനിയും അതുപോലെ തന്നെ 6ലെ വ്യാഴമുണ്ടെങ്കിലും ഈ 3ലെ ശനിയുടെ ഗുണഫലങ്ങളുള്ളത് കാരണം 6ലെ ശനി 6 മറിഞ്ഞിരിക്കുന്നവരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ 7ലേക്ക് ശനി മാറുന്ന മെയ് ജൂണോടുകൂടി ഇവർക്ക് വളരെ നല്ലൊരു സ്ഥിതിയിലേക്ക്, ഇപ്പോൾ ഉള്ളതിലും നല്ലൊരു സ്ഥിതിയിലേക്ക് ഇവർ വരാവുന്നതാണ് മകരം രാശിക്കാർ. അപ്പം മകരം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ലൊരു കാലമാണ് ഇനി വരാനിരിക്കുന്നത്. ഈ 1-2 വർഷം ഇനി അവർക്ക് വളരെ നല്ലതാണ്. ഈ 7ലെ ശനി അഷ്ടമത്തിലേക്ക് പോകും അടുത്ത വർഷം. അത് അടുത്ത വർഷമല്ലേ, എന്നാലും ഒരു വർഷം 26-27 മധ്യം വരെ മകരം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് വന്നിരിക്കുന്നത്. അടുത്തതായി രാശിചക്രത്തിലെ 11ാമത്തെ രാശിയായ കുംഭൻ രാശിയിലേക്ക് പോകാം. അവിട്ടത്തിലര, ചതയം, പൂരൂരിട്ടാതി, മുക്കാല് ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭൻ രാശിയിൽ വരുന്നത്. കുംഭൻ രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർ 7.5 ശനിയുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് വരുന്നു. അവരുടെ ജന്മശനി കഴിഞ്ഞു. ജന്മശനി കഴിഞ്ഞിട്ട് 7.5 ശനിയുടെ 2.5 വർഷം കൂടി കടക്കാനുള്ള ഇനി 2 വർഷം കൂടി അവർക്ക് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും. എന്നാലും ജന്മശനിയുടെ അത്രയും കഷ്ടപ്പാടുകൾ ഈ 2ലെ ശനി അവർക്ക് കൊടുക്കില്ല എന്ന് കരുതാം നമുക്ക്. പിന്നെ ഇവർക്ക് ഗുണമായിട്ടുള്ളത് 5ൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. 5ൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് നല്ലതാണ് എന്ന് പറയാമെങ്കിൽ ഇവർക്ക് സന്താനങ്ങളെ പറ്റി കുറച്ച് ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം. ചില സന്താനകാരകനായിട്ടുള്ള വ്യാഴമാണ് 5ലേക്ക് പോയത്. അപ്പോൾ കാരകസ്ഥാനത്ത് നിൽക്കുന്നത് അത്ര നല്ലതല്ല. അത് കാരണം സന്താന വിഷയത്തിൽ ഇവർക്ക് ഇത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടായേക്കാം കുംഭൻ രാശിക്കാർക്ക്. പിന്നെ കുംഭൻ രാശിക്കാർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ജന്മത്തിലാണ് രാഹു നിൽക്കുന്നത്. ഈ ജന്മത്തിലെ രാഹു 12ലേക്ക് വരും. ഡിസംബറോട് 12ലേക്ക് വരും. അപ്പോൾ ജന്മത്തിലെ രാഹു മാത്രം നല്ലതല്ല. അപ്പോൾ ഇവർക്ക് സ്വതവേ സ്കിന്നിനായിട്ടുള്ളതായിട്ടുള്ള ചൊറിച്ചിൽ അങ്ങനെയുള്ളതായിട്ടുള്ള വല്ല അസുഖങ്ങളൊക്കെ വരാവുന്നതാണ്. രാഹുവിന് കൊടുക്കാൻ പറ്റിയ നല്ല സ്ഥാനത്താണ് ജാതകത്തിൽ രാഹുവെങ്കിൽ ഈ പറഞ്ഞതൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ ചാരവശാലുള്ള ഫലമാണല്ലോ പറയുന്നത്. ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് രാഹു നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതായിട്ടുള്ള ദൂഷ്യവശങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് നല്ല ഇതായിരിക്കും. അതുപോലെ തന്നെ 2ൽ നിൽക്കുന്ന ശനിയാണെങ്കിൽ ശനി കുജന്മാർ ഇവർ ഭയങ്കര രണ്ടുപേരും കൂടി ചേരുമ്പോൾ അഗ്നിമാരുത യോഗം വരും. 2 പറയുമ്പോൾ വാക്സ്ഥാനവും കൂടി ആയത് കാരണം ഇവരുടെ വാക്കുകൾ വളരെ കഠിനമായ വാക്കുകളെ ഇവർ പറയുള്ളൂ. കഠിനമായിട്ടുള്ള തീഷ്ണമായിട്ടുള്ള വാക്കുകളായിരിക്കും ഇവരുടെ വായിൽ നിന്ന് വരിക ഈ കുംഭൻ രാശിക്കാർക്ക്. അപ്പം 5ൽ വ്യാഴമുണ്ട്. 5ലെ വ്യാഴം 6ലേക്ക് മാറും. ജൂണിൽ 6ലേക്ക് മാറുമ്പോൾ വ്യാഴം മറയുകയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങളില്ല ഇവർക്ക്. ശനി 2ലായത് കാരണം ശനിയുടെ നല്ല ഫലങ്ങളില്ല. ശനി നല്ല ഗ്രഹങ്ങളിൽ ഏറ്റവും നല്ല ഫലം കൊടുക്കാൻ പറ്റിയ ഗ്രഹമാണ് ശനി ഗ്രഹം. ഈ ശനി 2ൽ ഇവർ 7.5 ശനിയുടെ അവസാനത്തെ ഭാഗം തരണം ചെയ്യേണ്ടത് കാരണം ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടുകൾ ജന്മശനിയെക്കാട്ടിലും കുറച്ചുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ശനിദേവനെ പ്രീതിപ്പെടുത്താനായിട്ട് നമശിവായ ചൊല്ലുക. വിഷ്ണു പ്രീതിക്കായിട്ട്
ഓം നമോ നാരായണായ ചൊല്ലുക. അടുത്തതായി രാശിചക്രത്തിലെ അവസാനത്തെ രാശിയായ മീനൻ രാശിയിലേക്ക് പോകാം. പൂരുരുട്ടാതി കാല്, ഉത്തരട്ടാതി, രേവതി ഉൾപ്പെടുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശിയിൽപ്പെടുന്നത്. മീനൻ രാശിക്ക് ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ആചാര്യൻ ആദ്യത്തെ ശ്ലോകം മത്സ്യവ് ഖടി നിർമ്മിതൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് മീനൻ രാശി 12ാമത്തെ രാശിയെ പറ്റിയാണ്. അപ്പോൾ 12ാമത്തെ രാശിക്ക് വളരെ പ്രാധാന്യം നമ്മൾ ജ്യോതിഷത്തിൽ കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ 12ാമത്തെ രാശിയായ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ജന്മശനിയുടെ കാലമാണ്. വ്യാഴമാണെങ്കിൽ 4 വ്യാഴം, 12 രാഹുവുണ്ട്. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ സ്ഥിതി. ഈ 4 വ്യാഴം ജൂണോടുകൂടി 5 വരും. അപ്പോൾ 4 നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം 5 വരുമ്പോൾ ആ 5 നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി മീനൻ രാശിയിലേക്ക് വരും. വിശേഷ ദൃഷ്ടി മീനൻ രാശിയിലേക്ക് വരുന്നത് കാരണം ജന്മശനിയുടേതായിട്ടുള്ള ആ ദുരിതങ്ങൾ ഒരു വർഷത്തേക്ക് വളരെ കുറവായിട്ട് ഇവർക്ക് അനുഭവപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ജന്മശനിയാണ് എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്തിരി അവർക്ക് ദുരിതങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത്തിരി വല്ല അസുഖങ്ങളോ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകും. ജന്മശനി കൊല്ലിക്കുന്നൊക്കെയാണ് പറയുന്നത്. കൊല്ലിക്കുമ്പോൾ കൊള്ളിക്കുന്നൊക്കെ പറയും. അപ്പോൾ ബന്ധുജനങ്ങളുടെ ഒരു വേർപാട്, അതുപോലെ തന്നെ ഈ കൊല്ലിക്കുക എന്ന് വെച്ചാൽ നമ്മളെ കൊല്ലുന്നതല്ല, നമുക്ക് അതുപോലത്തെ ഒരു അനുഭവങ്ങൾ വെച്ചാൽ വേദനകളായിട്ടും. ഇപ്പം എല്ലാവർക്കും വേദനയാണല്ലോ, മരിക്കുന്ന പോലത്തെ വേദന എന്നൊക്കെ ആളുകൾ പറഞ്ഞു വരാറുണ്ട്. എന്നുവെച്ചാൽ അതുപോലത്തെ വേദനാജനകമായിട്ടുള്ളൊരു ഇതായിരിക്കും. പക്ഷെ അതിന് ജൂണോടുകൂടി ഒരു വിരാമം വരും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ മീനൻ രാശിക്കാർക്ക് ഇപ്പം 4 വ്യാഴം നടക്കുന്നത്. ഈ 4 നടക്കുന്ന വ്യാഴം ജൂണോടുകൂടി 5 വരും. ഈ 5 വരുമ്പോൾ എന്ന് വെച്ചാൽ 5 ഇവരുടെ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്, ചന്ദ്രൻ്റെ ക്ഷേത്രവും കൂടിയാണ്. അപ്പോൾ ഇവരുടെ ജന്മത്തിൽ നിൽക്കുന്നതായി ജന്മരാശി റെപ്രസെൻ്റ് ചെയ്യുന്നത് ചന്ദ്രനെ വെച്ചിട്ടില്ല. അപ്പോൾ ചന്ദ്രന് ആ വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടി ഈ മീനൻ രാശിയിലേക്ക് വരുന്നത് കാരണം വലിയ ദോഷങ്ങൾ ഒരു വർഷത്തേക്ക് ഉണ്ടാവാൻ പോകുന്നില്ല ഇവർക്ക്. ഒരു വർഷത്തേക്ക് വ്യാഴത്തിൻ്റെ ഗുണമുള്ളത് കാരണം ഇവർക്ക് വലിയ ദോഷം ഉണ്ടാവില്ല. പിന്നെ ഇവർക്ക് ജന്മശനി കഴിഞ്ഞിട്ട് 2.5 വർഷം കൂടി 7.5 ശനിയുടെ ബാക്കി 2.5 വർഷം കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കരുതി വേണം ഇരിക്കാനായിട്ട്. 7.5 ശനി കാലഘട്ടമാണ്. ഇപ്പം ജന്മശനിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ 2.5 വർഷം 2.5 അല്ല ഇനി 4.5 വർഷം കൂടി ഇവർക്ക് ഈ 7.5 ശനിയുടെ ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ 7.5 ശനി കാലഘട്ടം ആയത് കാരണം അവർ നോക്കിയിരിക്കുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വ്യാഴം ഇപ്പം നോക്കുന്നത് കാരണം നമുക്ക് വ്യാഴത്തിൻ്റെ ഗുണം കിട്ടുന്നത്. ഇത് കഴിയുമ്പോൾ വ്യാഴം 6ലേക്ക് പോയി മറയും. അപ്പോൾ പിന്നെ നമുക്ക് ഇത്തിരി ദുരിതം മാതിരിയൊക്കെ തോന്നും നമുക്ക്. എന്നാലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഒരു വർഷമാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ വരുന്നത്.